പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗ്രാസിയ 2021 ധ്യാനത്തിൻ്റെ 2ാം ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ടോം ഒലിക്കരോട്ട് അച്ഛനാണ്. അച്ഛൻ തലശ്ശേരി അതിരൂപതയുടെ സുപ്രസിദ്ധ ധ്യാനഗുരുവും ബൈബിൾ പണ്ഡിതനുമാണ്. തലശ്ശേരി അതിരൂപതയുടെ വചനപ്രഘോഷണ വിഭാഗമായ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അച്ഛൻ. യോസേപ്പിതാവിൻ്റെ ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ ദൈവത്തിന് പ്രീതികരമായി നയിക്കുവാൻ സാധിക്കുക എന്ന് അച്ഛൻ നമ്മളോട് സംസാരിക്കുകയാണ്. അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ആൻ്റണി വെട്ടിയാനിക്കൽ അച്ഛനാണ്. അച്ഛന് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. തലശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി വളരെ ശക്തമായ രീതിയിലുള്ള സുവിശേഷ പ്രഘോഷണവും യുവജന നേതൃത്വവും ഒക്കെ കൊടുത്തുകൊണ്ട് അച്ഛൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ഏറ്റവും നന്നായി ആസ്വദിച്ച് അനുഭവിച്ച് നമുക്ക് വേണ്ടി പ്രഘോഷിക്കുന്ന അച്ഛനാണ്. ഇന്ന് അച്ഛൻ പൊട്ടംപ്ലാവ് ഇടവകയിലെ വികാരിയായിരിക്കുകയും കൂടിയാണ്. അച്ഛന് ഇന്നത്തെ ആരാധനയ്ക്കും മറ്റും ഏറ്റവും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ആരാധനയിലേക്കും ധ്യാനത്തിലേക്കുമായിട്ട് പ്രവേശിക്കാം. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, 8 നോമ്പിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിലൂടെയാണല്ലോ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് നമ്മൾ ഒന്നു ചേർന്ന് ആത്മീയമായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഈ ഒരു ദിവസങ്ങളിൽ നമ്മുടെ ഭവനങ്ങൾ ഒരുമിച്ച് ദൈവവചനം ശ്രവിക്കുന്നതിനും ദൈവത്തിൻ്റെ വിസ്മയകരമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നതിനും അതിന് നന്ദി പറയുന്നതിനും ഒരുക്കിയിരിക്കുന്ന ഈ കൃപയുടെ ദിവസങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ലോകമെങ്ങും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന, കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ചേർന്ന് ആത്മീയമായ വലിയൊരു കൂട്ടായ്മയിൽ നമുക്കൊന്നു ചേർന്ന് ഒരു നിമിഷം കർത്താവിനെ മഹത്വപ്പെടുത്താം. കരങ്ങൾ സ്വർഗത്തിലേക്ക് സാധിക്കുന്ന പോലെ ഉയർത്തി ദൈവത്തിൻ്റെ വലിയ കൃപ ഈ സമയം ഈ വചനം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളിലേക്കും കടന്നു വരുന്നതിന്, എല്ലാ ഭവനങ്ങളും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോട്, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് കൂടുതൽ സഹകരിക്കുന്നതിന് ഒരുക്കമുള്ളതായിട്ട് മാറുന്നതിന്, ദൈവകൃപ സ്വീകരിക്കുന്നതിന് ഒരുക്കമുള്ളതായി മാറുന്നതിന്, ദൈവത്തിൻ്റെ വചനത്തെ ദാഹത്തോടെ സ്വീകരിക്കുന്നതിന് ഒരുക്കമുള്ളതായി മാറുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ നിമിഷം നമുക്കൊന്ന് ചേർന്ന് ആത്മീയമായൊരു കൂട്ടായ്മയിൽ, ദൈവമക്കളുടെ വിശുദ്ധമായൊരു കൂട്ടായ്മയിൽ നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ സ്നേഹത്തിൽ ഒരുമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളെ പൊതിയുന്നതിന് വേണ്ടി ദാഹത്തോടെ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധിക്കുന്നു, യേശുവെ മഹത്വപ്പെടുത്തുന്നു. ഓ പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളിലേക്ക് നിമിഷം അങ്ങ് സ്നേഹത്തിൻ്റെ ഒരു പുതിയ അഗ്നി അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ യുവതീവാക്കന്മാരെ സമർപ്പിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സമർപ്പിച്ച് മഹത്വപ്പെടുത്തുന്നു. കുടുംബജീവിതത്തിലൂടെ അങ്ങ് ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യവും ഈ വിളിയുടെ അർത്ഥവും മനസ്സിലാക്കാൻ, കർത്താവെ സ്നേഹത്തോടെ അങ്ങയോട് പ്രത്യുത്തരം നൽകാൻ തിരുക്കുടുംബത്തിൻ്റെ നായകരായിരുന്ന മാരയൂസ് പിതാവിനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും പോലെ ദൈവഹിതത്തോട് സദാ ഏറ്റവും നിർമ്മലമായി സഹകരിക്കാൻ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പൊതിയുന്ന സഹനങ്ങളുടെ ഈ കാലഘട്ടത്തിൻ്റെ ക്ലേശത്തിൻ്റെ നടുവിലും പതരാത്തൊരു വിശ്വാസത്തോടെ അചഞ്ചലമായി അങ്ങയിൽ ആശ്രയിക്കാനുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു, യേശുവെ നന്ദി പറയുന്നു. ഹല്ലേലൂയ.
ഓ ദൈവമേ, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകലരുടെയും മേൽ തൻ്റെ ആത്മാവിനെ അങ്ങ് വർഷിക്കുമെന്ന് വിശുദ്ധ പൗലോസ് അപ്പസ്തോലനിലൂടെ റോമാലേഖനത്തിൽ അങ്ങ് വാഗ്ദാനം ചെയ്യുന്നല്ലോ. ഈ നിമിഷം ദൈവിക വാഗ്ദാനങ്ങളുടെ പൂർണ്ണതയായ പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ കൂട്ടായ്മ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഓ ആത്മാവ് ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളുടെ ചിന്തകളെ പരിശുദ്ധാത്മാവ് ഭരിക്കട്ടെ, ആത്മാവിൻ്റെ പ്രകാശം എല്ലാ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ, വലിയ സ്നേഹം കടന്നു വരട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളായി മാറാൻ തക്കവിധം ദൈവിക പദ്ധതിയോട് സഹകരിക്കാൻ ഞങ്ങളെല്ലാവരും ഒരുക്കമുള്ളവരായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കോവിഡ് മഹാമാരി നമ്മളൊക്കെ പരിചയിച്ചു വന്ന നമ്മുടെ ആത്മീയ ജീവിതത്തെ, ആത്മീയ നിഷ്ഠകളെയൊക്കെ ഒരുപാട് നിശ്ചലമാക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. ഇങ്ങനെ ഒരു കാലത്തും നിശബ്ദതയിലൂടെ എങ്ങനെയാണ് ബഹളങ്ങളോ ആരവങ്ങളോ ബാഹ്യമായ പ്രകടനങ്ങളോ ഇല്ലാതെ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് സർവശക്തൻ്റെ ഹിതങ്ങളോട് സഹകരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും സുന്ദരമായൊരു മാതൃകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒരു വർഷം വിശുദ്ധ യൗസേപ്പിൻ്റെ വർഷമായിട്ട്, സെയിൻറ്റ് ജോസഫ് ഇയറായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പാത്രിസ് കോർദെ അഥവാ പിതൃഹൃദയം എന്ന പേരിൽ ഒരു പ്രബോധന രേഖ പുറപ്പെടുവിക്കുന്നു. ഇവിടെ ഫ്രാൻസിസ് പാപ്പ ലോകത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരി തങ്ങളുടെ ജീവിതത്തെ പലതരത്തിൽ നിശ്ചലമാക്കി, നിസ്സഹായമാക്കി, ദുർബലപ്പെടുത്തി എന്നൊക്കെ വ്യാകുലപ്പെടുത്തുന്ന മനുഷ്യർക്ക് വലിയൊരു മാതൃക നൽകിക്കൊണ്ടാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന, ഉയർത്തിക്കാട്ടുന്നത്. ജോസഫിലൂടെ വെളിപ്പെട്ട ആർദ്രമായ ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് പിതൃഹൃദയം എന്ന പ്രബോധന രേഖയിലൂടെ ആവിഷ്കരിക്കുന്നതും നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ വിചിന്തനത്തിന് അവതരിപ്പിക്കുന്നതൊക്കെ. ദൈവത്തിൻ്റെ പദ്ധതികളോട് ഒരു കുടുംബം എന്ന നിലയിൽ എങ്ങനെയാണ് ഏറ്റവും സുന്ദരമായി സഹകരിക്കാൻ പറ്റുന്നത്? തങ്ങളുടെ മധ്യേയുള്ള ഈ ദൈവ സാന്നിധ്യത്തെ എങ്ങനെയാണ് ഒരു ഭവനത്തിൽ, കുടുംബത്തിൽ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത്? ജോസഫിൻ്റെയും മേരിയുടെയും ജീവിതത്തിലെ ചില പ്രത്യേകതകളിലേക്ക് നമ്മൾ ഈ നിമിഷം കടന്നു ചെന്നുകൊണ്ട് കൂടെയുള്ള ദൈവത്തെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏറ്റവും വിഖ്യാതനായ ഒരു സുവിശേഷ പ്രസംഗകനാണ് 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അമേരിക്കൻ ബിഷപ്പ് ഫുൾട്ടൺ ജെ ഷീൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം വിവാഹത്തെ നിർവചിച്ചിരിക്കുന്നത്, വിവാഹം എന്ന് പറയുന്നത് 2 പേർ ചേർന്നുള്ള ഉടമ്പടിയല്ല, മറിച്ചത് 3 പേർ ചേർന്നുള്ള ഒരു കൂദാശയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു സ്ത്രീയും പുരുഷനും ചേരുന്നിടത്തല്ല വിവാഹം അതിൻ്റെ പൂർണ്ണതയിൽ, ക്രിസ്തീയ കാഴ്ചപ്പാടിൽ, ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പൂർത്തിയാവുന്നത്. മറിച്ച് അവരുടെ നടുവിൽ, ബന്ധങ്ങളുടെ നടുവിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തെ അവർ തിരിച്ചറിയുമ്പോഴാണ് വിവാഹം, കുടുംബജീവിതം ഒരു മഹത്തായ കൂദാശയായിട്ട്, വിശുദ്ധമായ കൂദാശയായിട്ട് മാറുന്നത്. ഞാൻ ഈ കൂദാശ എന്ന് പറഞ്ഞാൽ, സാക്രമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദൃശ്യമായൊരു പ്രസാദവരത്തെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ്, ദൃശ്യമായ അടയാളമാണ്, അനുഭവവേദ്യമായ അടയാളമാണ് കൂദാശ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. കുടുംബം, വിവാഹം ഒരു കൂദാശയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം, അവിടുത്തെ ആർദ്രമായ ഇടപെടലുകളൊക്കെ നമ്മൾ ദൃശ്യമായിട്ട് അനുഭവിക്കുന്ന രീതിയിൽ നമുക്ക് അനുഭവവേദ്യമാവുന്നത് കുടുംബമെന്ന് പറയുന്ന ഇടത്തിലായതുകൊണ്ടാണ് അതിനെ ഒരു വിശുദ്ധ കൂദാശ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൂടെയുള്ള ദൈവത്തെ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നത്? നമ്മൾ ജീവിക്കുന്ന ഈ കാലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിസ്മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയും, ഇത് ദൈവഗ്രഹണത്തിൻ്റെ നൂറ്റാണ്ടാണെന്ന് പറയും. ദൈവത്തെ പലതരത്തിൽ മറയ്ക്കാൻ വ്യഗ്രതപ്പെടുന്ന ഒരു ലോകമാണിത്. അമേരിക്കയിലെ വിഖ്യാതനായ ഒരു സുവിശേഷ പ്രസംഗകനാണ് ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ മകൾ ആൻ ഗ്രഹാമിനോട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് പത്രപ്രവർത്തകർ ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് അമേരിക്കൻ ഐക്യനാടുകൾ വലിയ പ്രകൃതി ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ്. ഇപ്പോഴും അമേരിക്കയെ പിടിച്ചുഴച്ചുകൊണ്ടൊരു വലിയ ചുഴലിക്കാറ്റ് കടന്നു പോകുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളിലൂടെ, സാമൂഹിക ഇടങ്ങളിലെ ദുരന്തങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലത്ത് പത്രപ്രവർത്തകർ ഈ സുവിശേഷ പ്രസംഗയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടായിട്ടും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാവുന്നത്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്, സാമൂഹിക ഇടങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടു പോകുന്നത്? ദൈവം സ്നേഹിക്കുന്ന ഒരു പിതാവായ ഒരു ദൈവം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ഈ സുവിശേഷ പ്രസംഗം പറയാണ്, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ദുരന്തങ്ങൾ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടായിരുന്നിട്ടും ആ ദൈവത്തോട് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാനും, ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ നിന്നും മാറി നിൽക്കാനും, ഞങ്ങളുടെ സാമൂഹിക രംഗങ്ങളിൽ ഇടപെടാൻ പാടില്ലെന്നും പറഞ്ഞ ഈ പരിഷ്കൃത സമൂഹമാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. ശരിയാണ്, ഗർഭചിത്രവും കൂടിത്താമസങ്ങളും വിവാഹത്തിൻ്റെ സകല കൗദാശിക വിശുദ്ധികളെയും മറന്നുള്ള ജീവിതങ്ങളും, സ്വാർത്ഥതയുടെ തിമിരം ബാധിച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിനെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കുടുംബജീവിതങ്ങളും കൊണ്ട് എന്തായിരുന്നു ആധുനിക കാലത്തെ കുടുംബങ്ങൾ ദൈവത്തോട് പറയുന്നത്? ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവാനാണ് പറയുന്നത്. ക്രൈസ്തവ സംസ്കാരത്തിൽ വളർന്നു വന്നിരുന്ന വിദ്യാലയങ്ങളിലൊക്കെ ഒരു യേശുവിൻ്റെ ചിത്രമോ ഒരു ക്രൂശിത രൂപമോ പോലും പ്രദർശിപ്പിക്കാൻ പാടില്ലെന്നുള്ള സിവിൽ ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ അവരെന്താണ് പറഞ്ഞത്? പറയാതെ തന്നെ ക്രിസ്തുവിനോട്, ദൈവത്തോട് ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞത്. സാമൂഹിക ഇടങ്ങളിൽ മതമൊരു സ്വകാര്യ കാര്യമാണെന്നും മതപരമായ കാര്യങ്ങൾക്ക് പൊതുസമൂഹത്തിൽ സ്ഥാനമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഏറ്റവും ആസുരതയോടുകൂടി സ്വാനുഷ്യൻ്റെ സ്വാർത്ഥതയെ, സുഖേച്ഛയെ പ്രോത്സാഹിപ്പിക്കുന്ന തിന്മയുടെ നിയമങ്ങളും നിബന്ധനകളും പാസ്സാക്കി കഴിഞ്ഞപ്പോൾ സാമൂഹിക ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവാനാണ് വർത്തമാനകാലത്തിൽ സാമൂഹിക വേദികൾ ദൈവത്തോട് പറഞ്ഞത്. അനുഗ്രഹം പറയുന്നു, നമ്മുടെ ദൈവം ഏറ്റവും മാന്യനായ ഒരു ദൈവമായിരുന്നു. അവർ ഗോഡ് ഈസ് സോ ജെന്റിൽ. അതുകൊണ്ട് ദൈവം ഇറങ്ങിപ്പോവാൻ പറഞ്ഞ മനുഷ്യരുടെ കുടുംബങ്ങളിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് അവിടുന്ന് നിശബ്ദനായി സങ്കടത്തോടെ, ഹൃദയഭാരത്തോടെ ഇറങ്ങിപ്പോയി. ദൈവം ഇറങ്ങിപ്പോയതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയ ദുരന്തങ്ങളും സാമൂഹിക ഇടങ്ങളിലെ അസ്വസ്ഥതകളും സാമൂഹിക മേഖലകളിലെ ദുരന്തങ്ങളും ഒക്കെ. ദൈവത്തോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലെന്ന് പറയുമ്പോൾ, മതത്തിനുപരിയായ ഒരാത്മീയതയെക്കുറിച്ച് വിശുദ്ധ വേഷത്തിൽ നിൽക്കുന്ന ആളുകൾ പോലും പ്രസംഗിക്കുന്ന കാലഘട്ടത്തിലാകുമ്പോൾ ദൈവത്തെ എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നതെന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. എവിടെയാണ്, എങ്ങനെയാണ് ഈ ദൈവത്തെ കുടുംബജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുന്നത്? ദൈവത്തെ കാണിച്ചു കൊടുക്കാനും ദൈവത്തെ കണ്ടുമുട്ടാനും കുടുംബം രൂപപ്പെടുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പിതൃഹൃദയം എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിലൂടെ പറയും, ആർദ്രഹൃദയമുള്ള ജോസഫിനെ പോലെ ഒരു അപ്പനും മറിയത്തെ പോലെ ഒരു അമ്മയും രൂപപ്പെടുന്നിടത്താണ് ദൈവത്തെ അനുഭവവേദ്യമായിട്ട് മാറുന്നത്, ദൈവത്തെ കണ്ടുമുട്ടുന്നത്. ആർദ്രഹൃദയമുള്ള ഒരു അപ്പനും അമ്മയും ഒരുമിച്ച് ചേരുന്നിടത്താണ് ദൈവത്തെ നമ്മൾ ഇന്ന് ഭവനങ്ങളിൽ അനുഭവിച്ചറിയാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളെ അപ്പന്മാരൊക്കെ നടക്കാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ കുഞ്ഞു കാലുകൾ സ്വന്തം പാദങ്ങളുടെ മുകളിലെടുത്ത് വെച്ച് കുഞ്ഞിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ടാണ് ഓരോ ചുവടും മുൻപോട്ടെടുത്ത് വെച്ച് ഈ നടക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. യഹോവയായ ദൈവം ആർദ്രമായ സ്നേഹത്തോടെ ഈ ഒരു ചിത്രം, ഒരപ്പൻ കുഞ്ഞിനെ എങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു ചിത്രം ഓർപ്പിച്ചിട്ടാണ് പറയുന്നത്, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. കുനിഞ്ഞൊരു കുഞ്ഞിന് ഭക്ഷണം വാരിക്കൊടുക്കുന്ന ഒരമ്മയുടെ ആർദ്രമായൊരു ചിത്രത്തെ ഓർമ്മിച്ചിട്ട് പറയാണ്, ഞാനവന് കുനിഞ്ഞ് ഭക്ഷണം കൊടുക്കും. ഈ സ്നേഹമാണ്, ആർദ്രമായൊരു ദൈവത്തിൻ്റെ സ്നേഹമാണ് ഓരോ കുടുംബങ്ങളിലും മാതാപിതാക്കളിലൂടെ അനുഭവിച്ചറിയേണ്ടതും പ്രകടിപ്പിക്കപ്പെടേണ്ടത്. നമുക്കൊക്കെ ഇന്ന് വരുന്ന ഒരു വലിയ പ്രശ്നം, നമ്മൾക്കൊക്കെ പലപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു എന്നുള്ളതാണ്. സ്നേഹം ഉള്ളിലുണ്ട്, പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല.
മാധവിക്കുട്ടിയാണ് പറഞ്ഞത്, മലയാളത്തിലെ കഥാകാരി. പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. കാരണം ഞാൻ മരിച്ച ശേഷം എൻ്റെ കുഴിമാടത്തിലിടുന്ന പൂക്കൾ ഞാൻ കാണാറില്ലല്ലോ. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. അതേറ്റവും ആർദ്രതയോടെ പ്രകടിപ്പിക്കുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്നേഹമായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാറുന്നത്. ആർദ്രമായ സ്നേഹത്തെക്കുറിച്ചാണ് ഫ്രാൻസിസ് പാപ്പ പിതൃഹൃദയം എന്ന അപ്പസ്തോലിക പ്രബോധന രേഖയിൽ ഭൂമിയിലെ മാതാപിതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. പൊതിഞ്ഞുപിടിക്കുന്ന ആർദ്രമായൊരു സ്നേഹത്തെക്കുറിച്ച്. കുറേ നാളുകൾക്ക് മുമ്പാണ് മാധ്യമങ്ങളൊക്കെ ആനി ശിവ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. കൗമാരത്തിൻ്റെ വിസ്മയങ്ങളിൽ എപ്പോഴോ ജീവിതത്തിൽ ചില താളപ്പിഴകളൊക്കെ സംഭവിച്ച് കൈവിട്ടു പോയൊരു ജീവിതത്തെ പിന്നീട് നിശ്ചയദാർഢ്യം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും തിരിച്ചു പിടിച്ചതിൻ്റെ ഒരു ഉദാത്ത മാതൃകയായിട്ടാണ് അവരുടെ ജീവിതകഥയെ മാധ്യമങ്ങൾ വാഴ്ത്തിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളിൽ ബഹുഭൂരിപക്ഷത്തിനും തങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതെന്നുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് ഈ പെൺകുട്ടിയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു: തുറന്നിട്ട വാതിലുകളുള്ള, കുറ്റപ്പെടുത്താതെ സ്വീകരിക്കാൻ മാത്രം തുറന്ന ഹൃദയമുള്ള അപ്പന്മാരില്ലാതെ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയെടുത്തതിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോകുന്നു. ശരിയാണ്. തുറന്നിട്ട വാതിലുകളുള്ള വീടും ഏതിടർച്ചകളിലൂടെ കടന്നുപോയാലും പിന്നെയും തുറന്നു കിടക്കുന്ന ഒരു ഹൃദയമുള്ള മാതാപിതാക്കളും ഉള്ളിടത്ത് എങ്ങനെയാണ് മക്കൾ കൈമോശം വന്നു പോകുന്നത്? ഈ ആർദ്രമായ സ്നേഹത്തെ ശീലിക്കാനാണ് ജോസഫും മേരിയുടെയും വിശുദ്ധ മാതൃകകൾ 21-ാം നൂറ്റാണ്ടിലെ മാതാപിതാക്കന്മാർക്ക് മുമ്പിൽ മാതൃകയായിട്ട് നിന്നിട്ട് നമ്മളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നത്. ആർദ്രമായൊരു സ്നേഹത്തിനെ നമ്മളെ വീണ്ടെടുക്കാൻ പറ്റും. എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു ഹൃദയവാതിലുള്ള ആർദ്രമായൊരു സ്നേഹം. ഒരുപക്ഷെ ജോസഫിൻ്റെയും മേരിയുടെയും ഈ ആർദ്രമായ സ്നേഹത്തെ നമ്മൾ ഏറ്റവും സുന്ദരമായി കണ്ടെത്തുന്നത്, ജോസഫിൻ്റെ ആർദ്രമായ സ്നേഹത്തെ ഏറ്റവും സുന്ദരമായി കണ്ടെത്തുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലാണ്. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ കാണാതായ ശേഷം കണ്ടെത്തുമ്പോൾ മറിയത്തിൻ്റെ വാക്കുകളിൽ ഒരുപക്ഷെ ഒരു അമ്മയുടെ വ്യഥയുണ്ട്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? പക്ഷെ അവിടെയും ആർദ്രമായ സ്നേഹത്തോടെ നിശബ്ദമായൊരു നിലാവെളിച്ചം പോലെയാണ് ജോസഫ് എന്ന് പറയുന്ന അപ്പൻ യഹോവയുടെ ആർദ്രമായ ഹൃദയത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറ്റപ്പെടുത്തലുകളില്ല, ചോദ്യങ്ങളില്ല, സ്നേഹത്തോടെ ചേർത്തണയ്ക്കുന്ന ഒരു ഹൃദയവുമായിട്ട് ജോസഫിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം 103:13 നമ്മൾ വായിക്കുന്നു: പിതാവിനും മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരുടെ മേൽ കരുണ തോന്നുന്നു. ഈ ആർദ്രമായ കരുണയാണ്, ഈ ആർദ്രമായ സ്നേഹമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുറവുകളെ അതിജീവിക്കാൻ ഒരു വളർന്നു വരുന്ന തലമുറയെ ശക്തിപ്പെടുത്തുന്നത്. ഈ ആർദ്രമായൊരു സ്നേഹമാണ്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തിലൊക്കെ ക്ഷമിക്കുന്ന, അടയ്ക്കാത്ത വാതിലുകളുള്ള ഒരു ആർദ്രമായ ജീവിതത്തിനും ഹൃദയത്തിനും വലിയ സ്ഥാനമുണ്ടെന്ന് പറയുന്നത്. തുറന്നിട്ട വാതിലുള്ള വീടും തുറന്നിട്ട ഹൃദയമുള്ള അപ്പന്മാരും ഉണ്ടെങ്കിൽ മക്കളെ കൈമോശം വന്നു പോവുകയില്ലെന്ന് ജീവിതത്തിലെ ഇടർച്ചകളിൽ നിന്ന് ജീവിതം തിരിച്ചു പിടിച്ച ഒരു പെൺകുട്ടി പറയുമ്പോൾ അതിന് വലിയ വിലയുണ്ട്. ആർദ്രമായി സ്നേഹിക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ്, സ്വാർത്ഥതയും മത്സരബുദ്ധിയെയും പിടിവാശികളെയും അതിജീവിച്ച് സ്നേഹിക്കാൻ പറ്റാത്തത് പോകുന്നതുകൊണ്ടാണ് പലർക്കും ജീവിതത്തിൻ്റെ താളങ്ങളിലേക്ക് തിരികെ വരാൻ പറ്റാതെ പോകുന്നത് തന്നെ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, തൻ്റെ കുറവുകളെ ആർദ്രതമായ കരുണയോടെ, മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ ആർദ്രമായ കരുണയോടെ സ്വാഗതം ചെയ്യാൻ ജോസഫ് യേശുവിനെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. കുറവുകളെ ആർദ്രമായ സ്നേഹത്തോടെ, ദൗർബല്യങ്ങളെ ആർദ്രമായ കരുണയോടെ സ്വാഗതം ചെയ്യാൻ ജോസഫ് യേശുവിനെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് സക്കൈവൂസിനോട്, ചുങ്കം പിരിച്ച് നാടിനെ ദ്രോഹിച്ച ഈ സക്കൈവൂസിനോട്, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് വേഗം ഇറങ്ങി വരാൻ പറയുന്നിടത്തും സക്കൈവൂസിൻ്റെ കുറവുകളെ
സ്വാഗതം ചെയ്യാൻ അവനെ പഠിപ്പിക്കുന്ന ഒരാർദ്രമായ സ്നേഹം അവൻ്റെ മേൽ പൊഴിക്കാൻ നസ്രായനായ യേശുവിന് പറ്റിയത് ഈ അപ്പനിൽ നിന്ന് പഠിച്ച സ്നേഹത്തിൻ്റെ വെളിച്ചം കൊണ്ടാണ്. ഞാനും നിന്നെ വിധിക്കുന്നില്ലെന്ന് പുരുഷാരം കല്ലെറിഞ്ഞു കൊല്ലാൻ നടുവിൽ നിർത്തിയിരിക്കുന്ന പാപിനിയായ സ്ത്രീയോട് മകളെ എന്ന് വിളിച്ചിട്ട് ഞാനും നിന്നെ വിധിക്കുന്നില്ലെന്ന് പറഞ്ഞ് കരുണയോടെ അവളോട് സംസാരിക്കാൻ പറ്റിയതും കുറവുകളെ, ദൗർബല്യങ്ങളെ ആർദ്രതയോടെ സ്വാഗതം ചെയ്യാൻ ജോസഫിൽ നിന്ന് അവിടുന്ന് പഠിച്ചതുകൊണ്ടല്ലേ? മരണത്തിൻ്റെ അവസാന നിമിഷങ്ങൾക്ക് മുമ്പ് മാനസാന്തരപ്പെടുന്ന വലതുഭാഗത്തുള്ള കള്ളനോടും നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യാൻ പറ്റിയതും ഇതേ ആർദ്രമായ സ്നേഹം അഭ്യസിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആർദ്രമായൊരു സ്നേഹത്തിനെ വ്യക്തികളെ വീണ്ടെടുക്കാൻ പറ്റൂ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. ഇത് ചൂണ്ടുവിരലുകൾ ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലായിടത്തും കുറ്റപ്പെടുത്തലുകളും കാരണമറിയാതെയുള്ള വിധി തീർപ്പുകളും പരസ്പരം കേൾക്കാതെയുള്ള വിമർശനങ്ങളുമാണ് നമ്മൾ ഉയർന്നു പോകുന്നത്. കാര്യമറിയാതെയുള്ള വിമർശനങ്ങളും കേൾക്കാതെയുള്ള വിധി തീർപ്പുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെയാണ്. ഇവിടെയാണ് ആർദ്രമായ സ്നേഹം നമ്മളെ വീണ്ടും ജീവിതത്തെ തിരികെ എടുക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചൂണ്ടുവിരലുകൾ ഉയർന്നു നിൽക്കുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ആർദ്രമായൊരു സ്നേഹത്തിന്, പ്രിയപ്പെട്ടവരെ, വലിയൊരു വിലയുണ്ട്. നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയാനും തെറ്റുകളെ തിരുത്താനും ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നത് എപ്പോഴും ആർദ്രമായൊരു സ്നേഹമാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, പിശാച് എപ്പോഴും നമ്മളോട് സത്യം പറയും, അത് നമ്മളെ കുറ്റപ്പെടുത്താനായിരിക്കും. പാപത്തിൻ്റെ ബലഹീനതകളിൽ വീണ്ടും വീണ്ടും വീണ് കിടക്കാൻ തക്ക വിധം നമ്മളെ സങ്കടപ്പെടുത്താനായിരിക്കും അവൻ നമ്മളോട് ആവർത്തിച്ച് സത്യം പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സത്യം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ സത്യം നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ പിതാവിനെ പോലെ അത് നമ്മെ നിരന്തരം സ്നേഹത്തോടെ ആശ്ലേഷിക്കാൻ വരുന്നു, നമ്മുടെ മാന്യത പുനഃസ്ഥാപിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഈ ആർദ്രമായ സ്നേഹമാണ്, കുറ്റപ്പെടുത്തുന്നിടത്തല്ല. സ്നേഹത്തോടെ വീഴ്ചകളുടെ നടുവിൽ നിന്ന് ആശ്ലേഷിക്കുന്ന, ദൗർബല്യങ്ങളെ ചേർത്ത് പിടിക്കുന്നിടത്താണ് വ്യക്തികൾ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ നന്മയും അതിൻ്റെ താളങ്ങളും ഒക്കെ വീണ്ടെടുക്കുന്നത്. അതുകൊണ്ട് ജോസഫ് നസ്രായനായ യേശുവിനെ പഠിപ്പിച്ചത് യഹോവയുടെ ആർദ്രമായ സ്നേഹമാണ്. ജോസഫ് അഭ്യസിപ്പിച്ചതും പകർന്നു കൊടുത്തതും യഹോവയുടെ ആർദ്രമായ സ്നേഹമാണ്. ഹോസിയ പ്രവചനം പറയുന്നത് പോലെ, എഫ്രൈമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, ഞാനവനെ എൻ്റെ കരങ്ങളിലെടുത്തു, കുനിഞ്ഞ് ഞാനവന് ഭക്ഷണം കൊടുത്തു എന്ന് പറയുന്ന അതേ ആർദ്രമായൊരു സ്നേഹം നസ്രായനായ യേശു അഭ്യസിച്ചത് ജോസഫ് എന്ന് പറയുന്ന അപ്പനിലൂടെയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് വീണ്ടെടുക്കപ്പെടുന്നത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ കുറവുകൾ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ, അത് വീണ്ടെടുക്കപ്പെടുന്നത്, അത് പരിഹരിക്കപ്പെടുന്നത് ആർദ്രമായൊരു ഹൃദയത്തോടെ പൊതിഞ്ഞു പിടിക്കാൻ ജോസഫിൻ്റെ ഹൃദയമുള്ള ഒരപ്പനിലൂടെയും അമ്മയിലൂടെയും കുടുംബാംഗങ്ങളിലൂടെയുമാണ്. നമുക്ക് ആർദ്രമായി സ്നേഹിക്കാം. ചൂണ്ടുവിരലുകൾ ഉയർന്നു നിൽക്കുന്ന, കേൾക്കാതെ കുറ്റപ്പെടുത്തുകയും വിശദീകരണം ചോദിക്കാതെ വിധി തീർക്കുകയും വിമർശിക്കാൻ വെമ്പി നിൽക്കുകയും ചെയ്യുന്ന ഈ ഒരു സംസ്കാരത്തിന് നടുവിൽ കുറവുകളെ ആശ്ലേഷിക്കുന്ന ദൈവത്തിൻ്റെ ആർദ്രമായ സ്നേഹത്തിൻ്റെ സംസ്കാരം ജീവിക്കാൻ ഈ കാലത്തെ കുടുംബങ്ങളെ സ്നേഹപൂർവ്വം ദൈവം ക്ഷണിക്കുകയാണ്. അപ്പോൾ ആർദ്രമായൊരു സ്നേഹമാണ് ജോസഫിൻ്റെയും മേരിയുടെയും കുടുംബം നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായൊരു പാഠം. അങ്ങനെ ഒരു സ്നേഹമുള്ളിടത്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സാമീപ്യവും നമ്മൾ അനുഭവിച്ചറിയാൻ പോകുന്നത്, കുടുംബങ്ങൾ അനുഭവിച്ചറിയാൻ പോകുന്നത്. രണ്ടാമത്, ദൈവഹിതത്തോട് എപ്പോഴും സഹകരിക്കാൻ സന്നദ്ധരായ മനുഷ്യരിലൂടെയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എപ്പോഴും ആമേൻ പറയുന്ന മനുഷ്യരിലൂടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഈ കാലഘട്ടത്തിലും നമ്മുടെ കുടുംബങ്ങൾ ഇനിയും അനുഭവിച്ചറിയാൻ പോകുന്നത്. നമ്മൾ ഇന്ന് അംഗങ്ങളായിരിക്കുന്ന ഈ കത്തോലിക്ക സഭയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.
ഏതാണ്ട് 130 കോടി അംഗങ്ങളുണ്ട് ലോകമാസകലം പടർന്നു കിടക്കുന്ന സാർവത്രിക സഭയിൽ എന്നാണ് പറയുന്നത്. 10 ലക്ഷത്തോളം സമർപ്പിതരുണ്ട്. ഏതാണ്ട് 4 ലക്ഷത്തോളം വൈദികരുണ്ട്. 5000-ഓളം മെത്രാന്മാരുണ്ട് എന്ന് പറയും. ഇത്ര ബൃഹത്തായിട്ടുള്ള ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഈ ഒരു വലിയ കൃപാസാഗരത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും സെഹിയോൻ ഊട്ടുശാലയിലെ അഗ്നിസ്നാനമേറ്റ ശ്ലീഹന്മാരുടെ കൂട്ടായ്മയായിരിക്കുമെന്ന്. അതിലും പിറകിൽ ഈ സഭയ്ക്ക് വളരെ ലളിതമായ നിശബ്ദമായ ഒരു തുടക്കത്തിൻ്റെ ചരിത്രമുണ്ട്. അതെവിടെയായിരിക്കും? അത് ബെത്ലഹേം എന്ന് പറയുന്ന യൂദയാ പട്ടണങ്ങളിലെ നിസ്സാരമായൊരു പട്ടണത്തിൽ ജോസഫ് എന്ന് പറയുന്ന മരപ്പണിക്കാരനായ മനുഷ്യൻ കർത്താവിൻ്റെ ദൂതൻ അരുളി ചെയ്തതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടി നിദ്രയിൽ നുണർന്ന ആ മനുഷ്യന്റെ പ്രവൃത്തിയിൽ ഈ സഭയുടെ തുടക്കമുണ്ട്. നിശബ്ദതയുടെ ഇടമെന്ന് പറയുന്ന നസറത്ത് എന്ന് പറയുന്ന ഗലീലിയൻ പട്ടണത്തിലെ ഒരു കുഗ്രാമത്തിൽ നിന്നിട്ട് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന ഏതാണ്ട് കഷ്ടി 14 വയസ്സ് തികഞ്ഞ മറിയമെന്ന് പറയുന്ന കന്യകയുടെ മറുപടിയിൽ ഈ സഭയുടെ തുടക്കമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഹിതത്തോട് ആമേൻ പറയുന്ന ജോസഫിന്റെ പ്രവൃത്തിയിലും മറിയത്തിന്റെ മറുപടിയിലുമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ 130 കോടി അംഗങ്ങളുള്ള ഈ പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുന്ന കൃപാസാഗരത്തിന്റെ തുടക്കമെന്ന് പറയുന്നത്. അത്ര നിശബ്ദതയിലാണ് ദൈവത്തിന്റെ മഹത്തായ രക്ഷാകര ചരിത്രത്തിന്റെ ആരംഭം നമ്മൾ കാണുന്നത്. മറിയവും ജോസഫും ദൈവത്തോട് നിസ്സഹകരിച്ചിരുന്നെങ്കിലോ? ദൈവത്തിന്റെ വാക്കിന് മറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് മറുപടി പറയാതിരുന്നിരുന്നെങ്കിലോ? ദൈവത്തിന്റെ ദൂതൻ നിദ്രയിൽ പറഞ്ഞ വാക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ജോസഫ് രാവിലെ എഴുന്നേൽക്കാൻ മടി കാണിച്ചിരുന്നെങ്കിലോ? രക്ഷയുടെ അടയാളവും കൂദാശിയുമാവുന്ന ഈ സഭയുണ്ടാകാതെ പോകുമായിരുന്നു. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ എല്ലാ കാലത്തും മനുഷ്യരുടെ സഹകരണം, സമ്മതം ആവശ്യമാണ്. ജോസഫും മേരിയും മറുചോദ്യങ്ങളില്ലാതെ തർക്കവിതർക്കങ്ങളില്ലാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് സദാ സഹകരണം പ്രഖ്യാപിച്ച ചരിത്രത്തിലെ മനുഷ്യരുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളാണ്. നമ്മൾ ഇന്ന് ഈ കുടുംബധ്യാനം നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തോട് എങ്ങനെ ഏറ്റവും സൗമ്യവും സുന്ദരവുമായിട്ട് തുറന്ന ഹൃദയത്തോടെ സഹകരിച്ചുകൊണ്ട് രക്ഷയുടെ അടയാളങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങൾ മാറാമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. പ്രിയരെ, ഈ കാലം ദൈവത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുന്ന മനുഷ്യരുടെ കാലമാണ്. ദൈവത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുന്ന, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എങ്ങനെ ബദൽ പദ്ധതികൾ ഉണ്ടാക്കാമെന്ന് ആസൂത്രണം ചെയ്യുന്ന തിന്മയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് മറിയവും ജോസഫും നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയാവുന്നത്. ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി, രക്ഷാകരമായ സ്നേഹം, വീണ്ടെടുക്കുന്ന ആർദ്രമായ സ്നേഹം അനസ്യൂതം ഈ ലോകത്തിൽ ചരിത്രത്തിൽ പ്രവഹിക്കുന്നതിന് ദൈവഹിതത്തിന് ആമേൻ പറയുന്ന മറിയത്തെയും ജോസഫിനെയും പോലെയുള്ള മനുഷ്യർ വേണം. ജോസഫിൻ്റെ ജീവിതത്തിൽ 4 തവണയാണ് ദൈവികമായ ഇടപെടലുകൾ സ്വപ്നങ്ങളിലൂടെ ഉണ്ടായെന്ന് പറയുന്നത്. ഈ 4 തവണയും ജോസഫ് മറുചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. പുരുഷ സ്പർശനമേക്കാതെ എൻ്റെ ഭാര്യയായി നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണിന് എങ്ങനെ ജന്മം, ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമെന്നുള്ള സ്വാഭാവികമായ ചോദ്യം ചോദിക്കുന്നില്ല. ദൈവമേ, നിന്റെ പുത്രനാണെങ്കിൽ അവനെ എന്തുകൊണ്ട് നിനക്ക് ഹെറോദിന്റെ വാൾമുനയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുകയില്ലെന്നുള്ള മറുചോദ്യങ്ങളില്ല. ദൈവഹിതത്തോട് തുറന്ന ഹൃദയത്തോടെ സഹകരിക്കുന്ന ജോസഫിലൂടെയാണ് രക്ഷാകര ചരിത്രം പുതിയൊരു ഘട്ടത്തിലേക്ക് വളരുന്നതെങ്കിൽ ഈ കാലത്ത് 21ാം നൂറ്റാണ്ടിൽ ദൈവത്തോടും മറുചോദ്യങ്ങളില്ലാതെ സഹകരിക്കുന്ന മനുഷ്യരിലൂടെയാണ് ദൈവത്തിൻ്റെ രക്ഷയുടെ ചരിത്രം ആവർത്തിക്കപ്പെടുന്നതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇക്കാലത്തൊക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്ത സിനിമയാണല്ലോ സാറാസ് എന്ന് പറയുന്ന സിനിമ. എന്താണ് ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്? എൻ്റെ ജീവിതം, എൻ്റെ തിരഞ്ഞെടുപ്പുകൾ, എൻ്റെ ഇഷ്ടങ്ങൾ, അത് എനിക്ക് മറ്റെന്തിനേക്കാളും, ഏത് മൂല്യങ്ങളെക്കാളും വലുതാണ് എന്നുള്ള ഒരു മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെയോ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയോ ഒക്കെ പരമമായ ആഘോഷമാണ് ഈ പറയുന്ന സിനിമയുടെ കാതലായ സന്ദേശം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതം
ജീവനേക്കാളും വലുതാണെന്ന് പറയുന്ന എൻ്റെ ഇഷ്ടങ്ങൾ, ജീവനേക്കാളും വലുതാണെന്ന് പറയുന്ന എൻ്റെ താല്പര്യങ്ങൾ ദൈവത്തിൻ്റെ ഇച്ഛയെക്കാളും വലുതാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രമാണ്, സ്വരമാണ് ഈ ചിത്രത്തിലൂടെ മുഴങ്ങിക്കേട്ടത്. മറിയത്തിനും ജോസഫിനും അവരുടെ ജീവിതങ്ങളായിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതികളെക്കാളും വലുതായിരുന്നത്. തങ്ങളുടെ ജീവനേക്കാൾ, ജീവിതത്തെക്കാൾ ദൈവത്തിൻ്റെ പദ്ധതികൾ വലുതാണെന്ന് അവർ കരുതിയപ്പോൾ, ഉദരത്തിൽ ഉത്ഭവിക്കുന്ന ദൈവിക ജീവൻ വലുതാണെന്ന് കരുതിയിടത്താണ് തിരുക്കുടുംബമായിട്ട് അവരുടെ കുടുംബം വളരുന്നത്. സ്വന്തം സുരക്ഷിതത്വം നോൽക്കാനായിരുന്നെങ്കിൽ ജോസഫിനും മറിയത്തിനും അലച്ചിലിൻ്റെ, പലായനത്തിൻ്റെ ഒരു വർത്തമാനകാലത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ജീവിതത്തെക്കാൾ ദൈവിക ജീവനെ, ദൈവത്തിൻ്റെ പദ്ധതിയെ വിലമതിച്ച മനുഷ്യരാണവർ. സാറാസ് ചർച്ച ചെയ്തിരുന്ന വർത്തമാനകാലത്തിലെ ലോകം വേണ്ടവിധം ചർച്ച ചെയ്യപ്പെടാതെയും ചിന്തിക്കാതെയും കാണാതെയും പോയ മറ്റൊരു സിനിമയെക്കുറിച്ച് പറയാം. അതൊരു മിമി എന്ന പേരിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഹിന്ദി സിനിമയാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 26 ഇറങ്ങിയത്. സാറാസ് ഒരു മരണത്തിൻ്റെ സംസ്കാരത്തെയാണ്, ജീവനേക്കാൾ സ്വന്തം ജീവിതവും സ്വാർത്ഥമായ ഇച്ഛകളുമാണ് പ്രധാനപ്പെട്ടതെന്നുള്ള മരണസംസ്കാരത്തിൻ്റെ പ്രഘോഷണത്തെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ, ജീവിതത്തെക്കാൾ വലുത്, സ്വപ്നങ്ങളെക്കാളും ഇഷ്ടങ്ങളെക്കാളും വലുത് ജീവൻ എന്ന് പറയുന്ന മഹാദാനമാണെന്ന് ഉറക്കെ പറഞ്ഞ സിനിമയായിരുന്നു മിമി എന്ന് പറയുന്ന സിനിമ. വയറ്റിൽ ഉലുവായ കുഞ്ഞ്, ഡൗൺ സിൻഡ്രോം ബാധിച്ച വൈകല്യങ്ങളുള്ള ഒരു കുഞ്ഞായി പിറക്കാമെന്നറിഞ്ഞിട്ടും, ഗർഭചിത്രത്തിന് സുഹൃത്തുക്കളും ചുറ്റുപാടുകളും വൈദ്യശാസ്ത്രമൊക്കെ നിരന്തരം പ്രേരിപ്പിച്ചിട്ടും, ജീവന്റെ പക്ഷത്ത് നിന്ന മിമി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ, അവളുടെ കുഞ്ഞിനോടുള്ള ആർദ്രമായൊരു സ്നേഹത്തിൻ്റെ, ജീവനോടുള്ള ആർദ്രമായൊരു സ്നേഹത്തിൻ്റെ കഥ പറയുന്ന സിനിമയാണിത്. ജീവിതത്തെക്കാൾ വലുത് ജീവനാണെന്നാണ് ഈ ഒരു കഥയിലൂടെ, സിനിമയിലൂടെ ഈ കാലത്തോട്, മരണസംസ്കാരത്തോട് അതിൻ്റെ സംവിധായകൻ പറഞ്ഞു വയ്ക്കുന്നത്. ജീവനേക്കാൾ, ജീവിതത്തെക്കാൾ ജീവൻ വലുതാണ്. സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം വലുതാണ്. സ്വന്തം സുരക്ഷിതത്വത്തെക്കാൾ തങ്ങളുടെ ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം വലുതാണെന്ന് തിരിച്ചറിഞ്ഞ ഏറ്റവും മഹനീയമായ മാതൃകളായിരുന്നു ജോസഫിൻ്റെയും മേരിയുടെയും. നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ കാലത്ത് അനുകരിക്കേണ്ട ഏറ്റവും സുന്ദരമായ മാതൃക എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ ആർദ്ര രൂപങ്ങളായ ജോസഫിൻ്റെയും മേരിയുടെയും വിശുദ്ധ മാതൃകകളാണ്. ഈ വർഷത്തെ നമ്മുടെ ഈ കുടുംബ വിശുദ്ധീകരണ ധ്യാനത്തിൻ്റെ പേര് ഗ്രാത്സ്യ എന്നാണ്. കൃപ എന്നാണ് ഗ്രാത്സ്യ എന്ന വാക്കിൻ്റെ അർത്ഥം. കൃപ എപ്പോഴാണ് സമൃദ്ധമാവുന്നത്? കൃപ സമൃദ്ധമാവുന്നത് അത് സ്വീകരിക്കാൻ തുറവയുള്ള ഹൃദയങ്ങൾ രൂപപ്പെടുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ തക്കവിധം ആർദ്രമായൊരു സ്നേഹം കൊണ്ട് പൊതിയപ്പെടുന്ന, ദൈവിക പദ്ധതിയോടൊരു സദാ സഹകരിക്കാൻ തക്കവിധം തുറവിയുള്ള ഒരു ഹൃദയങ്ങൾ രൂപപ്പെടുന്ന ഒരു കാലം നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാവട്ടെ. ദൈവത്തെ, ഏറ്റവും സൗമ്യവും സജീവവുമായ അവിടുത്തെ സാന്നിധ്യത്തെ നമ്മുടെ ഭവനങ്ങൾ ഈ മഹാമാരി ആത്മീയതയോ അനുഷ്ഠാനങ്ങളെയോ ഒക്കെ നിശ്ചലമാക്കിയെന്ന് നമ്മൾ വിലപിക്കുന്ന കാലത്തും കണ്ടുമുട്ടാനും തിരിച്ചറിയാനും ആ ദൈവസാന്നിധ്യത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും പറ്റിയ ഇടമായിട്ട് നമ്മുടെ ഭവനങ്ങൾ രൂപാന്തരപ്പെടുന്നതിനു വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തട്ടെ. ആർദ്രമായ സ്നേഹത്തോടെ സ്നേഹിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തെക്കാളും ഇഷ്ടങ്ങളെക്കാളും വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് നിരന്തരം സഹകരിക്കാൻ തക്കവിധം ഒരുക്കമുള്ളതായി മാറാൻ നമ്മൾ ഓരോരുത്തരെയും, നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ നായകരായ മറിയസേപ്പും പരിശുദ്ധ കന്യകാമറിയവും നമ്മൾക്ക് ഓരോരുത്തർക്കും നിരന്തരം ആദ്യസവും സഹായവും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സന്ധ്യാനേരത്ത് ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഭിഷേകം നിറഞ്ഞ ഈ ധ്യാന സന്ധ്യകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിയോഗങ്ങളുടെ മീതെ കരുണ വർഷിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. വന്ധ്യതയോ ഗർഭഛിദ്രമോ നാട്ടിലുണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് ദീർഘായുസ്സു നൽകും. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. വന്ധ്യതയോ ഗർഭഛിദ്രമോ നാട്ടിലുണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് ദീർഘായുസ്സു നൽകും. പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, അങ്ങയെ വണങ്ങുന്ന അങ്ങയുടെ ഭക്തർക്ക്, അങ്ങയെ ആരാധിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പരിശുദ്ധ ആരാധനയിലൂടെ അങ്ങ് പ്രദാനം ചെയ്യുന്ന അത്ഭുത കൃപകളോർത്ത് നന്ദി പറയുന്നു. ഈ സന്ധ്യാനേരത്ത് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ മുഴുവൻ, ഞങ്ങളുടെ ഭവനത്തിലെ ഓരോ വ്യക്തികളെയും, ഞങ്ങളുടെ മുഴുവൻ ആദായ മാർഗങ്ങൾ, ഞങ്ങളുടെ ആരോഗ്യ മേഖലകൾ, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ, തലമുറകൾ പരിപൂർണമായി നിന്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കരുണയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ പ്രതിസന്ധിയിൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹഗീതമാ ചേർന്ന് പാടാം. എന്നാത്മനാഥനേ, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന, ആരാധന,
ആരാധന 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 ഈശോയെ ആരാധന 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 ആരാധന. ദിവ്യകാരുണ്യ ഈശോ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ മുഴുവൻ ചേർത്ത് വെക്കുന്നു. ഈ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധമായ 8 നോമ്പിൻ്റെ അഭിഷേകം നിറഞ്ഞ സന്ധ്യാനിമിഷങ്ങളിൽ ഞങ്ങൾ കേട്ട തിരുവചനത്തിൻ്റെ അഭിഷേകത്തോട് ചേർന്ന്, ഞങ്ങൾ ജപിച്ച പ്രാർത്ഥനകളുടെ അനുഗ്രഹത്തോട് ചേർന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാനിൽ ചായുന്നു ഞാൻ. ജീവനേ ജീവനേ സ്വന്തമേ അങ്ങേ മാനിൽ ചായുന്നു ഞാൻ. ആരാധന 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 ആരാധന. സ്വരമുയർത്തി ആരാധന 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 ഈശോ. ആരാധന ആരാധന. റോമാലേഖനം 5-ാം അധ്യായം 20-ാം തിരുവചനം. പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. ദിവ്യകാരുണ്യീശോയെ, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പാപത്തിന്റെ മീതെ അതിനേക്കാൾ വർദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവകൃപയോർത്ത് മഹത്വം. ഗ്രാസിയ, ദൈവകൃപ പാപത്തിന്റെ മീതെ, രോഗത്തിന്റെ മീതെ, സങ്കട കണ്ണുനീരിന്റെ തോരാമഴയുടെ മീതെ ഗ്രാസിയ, ദൈവസ്നേഹത്തിന്റെ അഭിഷേക നിമിഷങ്ങൾ. ഈ സന്ധ്യാനേരത്ത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഞങ്ങളുടെ മുഴുവൻ ഭാരങ്ങളും ഇറക്കി വെച്ച്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഉത്കണ്ഠകൾ ഇറക്കി വെച്ച്, ഞങ്ങളുടെ രോഗപീഠകളുടെ മീതെ നിന്റെ കരുണ പൊഴിയുന്ന നിമിഷങ്ങളെ നിറകണ്ണുകളോടെ നോക്കി ആരാധിക്കുന്നു. സ്തുതിക്കാമോ? ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നല്ലൊരു അഭിഷേകത്തോടെ സ്തുതിക്കാമോ? ആരാധന 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 ആരാധന. പാപത്തിന്റെ മീതെ, രോഗത്തിന്റെ മീതെ ദൈവമേ നിന്റെ കൃപയൊഴുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ജീവശക്തി, പരിശുദ്ധാത്മ വരപ്രസാദം, അഭിഷേകത്തിന്റെ നീർച്ചാൽ. ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ആരാധന ആരാധന. മഹത്വം കർത്താവേ ആരാധിക്കുന്നു. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 3-ാം തിരുവചനം. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവനെ എൻ്റെ കരങ്ങളിൽ കോരിയെടുത്തു.
ഞാൻ കുനിഞ്ഞ് അവന് ഭക്ഷണം കൊടുത്തു. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ഞാൻ അവനെ എൻ്റെ കരങ്ങളിൽ കോരിയെടുത്തു. ഞാൻ കുനിഞ്ഞ് അവന് ഭക്ഷണം കൊടുത്തു. ആബാ പിതാവേ, അങ്ങയുടെ അനശ്വര സ്നേഹത്തെ ഭൂമിയിലേക്ക് ഏറ്റുവാങ്ങിയ മാറിയൂസേ പിതാവിനോട് ചേർന്ന് ഭൂമിയിലേക്ക് കൈനീട്ടി സ്വീകരിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ പരിശുദ്ധമായ മണിക്കൂറിൽ അങ്ങയെ ആരാധിക്കുന്നു. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ച സ്നേഹം, കരങ്ങളിൽ കോരിയെടുത്തുമ്മ വയ്ക്കുന്ന സ്നേഹം, വാത്സല്യത്തോട് അരികിൽ വന്ന് മുത്തം നൽകി ഭക്ഷണം കോരി നൽകുന്ന സ്നേഹം ഞങ്ങൾ അനുഭവിക്കുന്നു. ഇന്നോളം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് മാറിയൂസേ പിതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട ഈ വർഷം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയുന്നു. സ്വർഗത്തിന്റെ സ്നേഹത്തെ ഭൂമിയിലേക്ക് സ്വീകരിച്ച് തിരുക്കുടുംബത്തിന്റെ അഭിഷേകത്തിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. സ്വർഗത്തിന്റെ അനശ്വര സ്നേഹത്തെ സഹനത്തിന്റെ നടുമുറ്റത്തും കരങ്ങളിൽ ഏറ്റുപിടിച്ച് ലോകത്തിന് പ്രദാനം ചെയ്ത് കുരിശോളം കൂടെ നിന്ന പരിശുദ്ധ അമ്മയെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മയുടെ 8 നോമ്പിന്റെ പരിശുദ്ധ ദിനങ്ങളിൽ ആ തിരുക്കുടുംബത്തിന്റെ പരിശുദ്ധമായ അഭിഷേകത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. സ്നേഹം കൊണ്ട് പൂർണ്ണമാക്കപ്പെട്ട, സ്നേഹം കൊണ്ട് വിരചിതമായ പരിശുദ്ധ സ്നേഹത്തിന്റെ നിഷ്കളങ്കമായ വാത്സല്യം തിരതള്ളുന്ന ആ ഭവനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന്റെ അനുഗ്രഹത്തോട് ചേർന്ന് പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് നല്ലൊരു അഭിഷേകം നിറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെ ഓർത്ത്, സ്നേഹക്കുറവുകളെ ഓർത്ത് മനസ്തപിച്ച് സ്നേഹം കൊണ്ട് നമ്മുടെ ഭവനത്തെ നിറയ്ക്കണമേ എന്നാഗ്രഹിച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ കുർബാനയെ മാത്രം ശ്രദ്ധിച്ച് ഈ ഗാനത്തിന്റെ അഭിഷേക വരികളെ സ്വന്തമാക്കാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. സ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാ. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം, ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം, ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം, പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. നിയമാവർത്തന പുസ്തകം 33:25. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും, നിന്റെ ആയുസോളം നിന്റെ ശക്തിയും, നിന്റെ ദൈവത്തെ പോലെ ശക്തനായി മറ്റാരുമില്ല. അവിടുന്ന് നിന്നെ സഹായിക്കാൻ വിഹായസിലൂടെ മേഘത്തേരിൽ സഞ്ചരിക്കുന്നു.
ശക്തനായവൻ നിന്റെ അഭയം, നിന്നെ താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ. അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും, സംഹരിക്കൂ എന്ന് അവിടുന്ന് പറയും. ഇസ്രായേൽ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും. ആകാശം നിന്നെ നോക്കി മഞ്ഞു പൊഴിക്കും. നീ ഭാഗ്യവാനാണ്. നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ മഹത്വമണിയിക്കുന്നവനുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട മറ്റേത് ജനമാണുള്ളത്? ദിവ്യകാരുണീശോ, ഉച്ചരിക്കപ്പെട്ട തിരുവചനത്തിന്റെ അഭിഷേകത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രാസ്യ ധ്യാനത്തിന്റെ രണ്ടാമത്തെ സന്ധ്യാനേരങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ നിയോഗങ്ങളെയും എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്ക് നേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മീതെ അങ്ങ് ഈ നിമിഷം ഇടപെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ ലൂക്കാസ് വിശേഷം 6:19 പ്രാർത്ഥിക്കുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ടേയിരുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ടേയിരുന്നു. കർത്താവ്, ഈ പരിശുദ്ധ കൂദാശയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ 4 അതിരുകളിലേക്ക് പ്രവഹിക്കുന്ന അങ്ങയുടെ ശക്തിയിൽ ശരണപ്പെടുന്നു. സ്തുതിക്കാമോ? ഹല്ലേലൂയാ, ഈശോയെ ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അഭിഷേകത്തിൽ ഞങ്ങൾ നിറയണമേ. കൃപയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോ ആരാധന. ഹല്ലേലൂയാ. സ്നേഹിക്കുന്ന ഈശോ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആരാധന, ആരാധന. സ്നേഹിക്കുന്നേ ഈശോയെ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഇരുകരങ്ങളും പരിശുദ്ധ കുർബാനയോട് നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്നേഹിക്കുന്നേ ഈശോ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നേ ചേർന്ന് പാടാമോ? പ്രാർത്ഥിക്കുന്നേ, ആമേൻ. പ്രാർത്ഥിക്കുന്നേ, പ്രാർത്ഥിക്കുന്നേ യേശുവേ. യാചിക്കുന്നേൻ, യാചിക്കുന്നേ ഈശോയെ, യാചിക്കുന്നേ, ആമേൻ. യാചിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ, 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 സ്നേഹിക്കുന്നേ യേശുവേ. നിന്റെ സ്നേഹത്താൽ, നിന്റെ കരുണയാൽ, നിന്റെ ദയയാൽ, നിന്റെ ശാന്തിയാൽ ഈ രാത്രി ഞങ്ങളുടെ കുടുംബങ്ങളുടെ മീതെ അഭിഷേകത്തിന്റെ കൃപയുടെ സമൃദ്ധി പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, എളിമയോടെ ഈ സമയത്ത് ഞങ്ങളുടെ യാചനകൾ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്. നിങ്ങൾക്ക് സാധിക്കുന്നവർക്ക് ഈ സമയത്ത് പരിശുദ്ധ കുർബാനയെ നോക്കി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഭക്തിയോടെ ഒന്ന് കരങ്ങൾ കൂപ്പാം. വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കാം. അവിടുന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് നീതെ, അവിടുന്ന് നിന്റെ അപേക്ഷകളുടെ നേരെ കണ്ണുകൾ തുറക്കുന്ന സമയമാണ്. നിയമാവർത്തനം 32:11 കൂട് ചലിപ്പിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും കുഞ്ഞുങ്ങളുടെ മീതെ ചിറകടിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ നിന്നെ നയിക്കുന്നത് കർത്താവാണ്. പ്രിയപ്പെട്ട ഈശോ, ഇന്നോളം ഞങ്ങളുടെ കുടുംബങ്ങളുടെ മീതെ അങ്ങ് വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സന്ധ്യാനേരത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലെ ഓരോ വ്യക്തികളെയും സമർപ്പിക്കും. പ്രത്യേകമായിട്ട് ഈ സമയത്ത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ രോഗികളെ സമർപ്പിക്കാം. ശാരീരികമായി, മാനസികമായി തളർന്നും തകർന്നും താഴേക്ക് പതിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ,
ജെറമ്യാ 17:14 പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞങ്ങൾ സൗഖ്യപ്പെട്ടവരാകും. കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, അപ്പോൾ ഞങ്ങൾ രക്ഷിക്കപ്പെടും. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാ രോഗികളെ സമർപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തിലും ബന്ധുജനങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും രോഗം മൂലം സഹിക്കുന്ന എല്ലാവരുടെയും നൊമ്പരങ്ങളെ പരിശുദ്ധ കുർബാനയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ജോയേൽ പ്രവചനം 2:25 വിട്ടിൽ വെട്ടുക്കിളി കമ്പിളിപ്പുഴു എന്നിവ തിന്നുമുടിച്ച സംവത്സരത്തിലെ വിളവുകളെല്ലാം ഞാൻ നിനക്ക് തിരികെ തരുന്ന കർത്താവായ ദൈവമാണ്. കർത്താവേ, വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ മുഴുവൻ അധ്വാന രംഗങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കൃഷിഭൂമികൾ, ഞങ്ങളുടെ ബിസിനസ് കാര്യങ്ങൾ, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ, ഞങ്ങളുടെ വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ, കർത്താവേ നിന്റെ സംരക്ഷണം വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സംരക്ഷണം ഒത്തിരി ആവശ്യമുണ്ട്. വലിയ സാമ്പത്തിക തകർച്ചയിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു ഈശോ. ഒരു വശത്ത് രോഗം അതിൻ്റെ തീവ്രതയിൽ ഞങ്ങളെ ആക്രമിക്കുമ്പോൾ വലിയ ദാരിദ്ര്യത്തിൻ്റെയും കടബാധ്യതയുടെയും ജപ്തി ഭീഷണിയുടെയൊക്കെ പേരിൽ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ നീറിപ്പോകുന്നു. പലപ്പോഴും കടക്കണിയിൽപ്പെട്ട് പുറത്തിറങ്ങാനാവാത്ത വിധം ഞങ്ങളുടെ മനസ്സ് തളരുന്നു. അങ്ങല്ലാതെ ആരാണ് ഞങ്ങൾക്ക് അഭയം? അങ്ങല്ലാതെ ആരാണ് ഞങ്ങൾക്ക് ആശ്രയം? കർത്താവേ, ഞങ്ങളെ സഹായിക്കണം. നിന്റെ സംരക്ഷണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോബ് 1:10 പ്രാർത്ഥിക്കുന്നു. സക്കറിയ 2:8-9, ജോബ് 1:10, സങ്കീർത്തനം 34:7 വചനങ്ങളുടെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളുടെ മീതെ നിന്റെ പരിശുദ്ധമായ സംരക്ഷണം, നിന്റെ പരിശുദ്ധ സൂക്ഷം, നിന്റെ കാവലും കരുതലും വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. നെഹമ്യാ 2:20 സ്വർഗത്തിന്റെ ദൈവം നിനക്ക് വിജയം നൽകും. സഭാനെ 3:17 നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ കൂടെ ഉണ്ട്. കർത്താവ് ഉച്ചരിക്കപ്പെട്ട പരിശുദ്ധ വചനത്തിന്റെ സംരക്ഷണയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരീക്ഷയിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. +1 പരീക്ഷ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, OET, IELTS, PSC പരീക്ഷകൾ, കർത്താവെ ചെറുതും വലുതുമായ ഇന്റർവ്യൂ പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുമ്പോൾ അവർക്ക് ഏകാഗ്രത നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശയ്യാ 11:2 വചനത്തിന്റെ അഭിഷേകം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് അവരിൽ നിറയും. ജ്ഞാനത്തിന്റെ ആത്മാവ്, ബുദ്ധിയുടെ ആത്മാവ്, അറിവിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്. കർത്താവേ, നിന്റെ പരിശുദ്ധമായ സംരക്ഷണം, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ കൃപകൾ, ഗലാത്യ 5:22 വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് പരീക്ഷാ ദിനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ മക്കളെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. നല്ല വിശ്വാസത്തോടെ ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. ഉന്നതമായ പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ആമേൻ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ തിരുമണിക്കൂറിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഒരിക്കൽ കൂടെ നമ്മുടെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ചേർത്ത് വെക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, വികാര വിചാരങ്ങൾ, ബോധമണ്ഡലങ്ങൾ എല്ലാം ഈ സമയത്ത് കർത്താവിൻ്റെ പരിശുദ്ധ ആശീർവാദം കൊണ്ട് നിറയപ്പെടട്ടെ. നല്ല അനുതാപത്തിൻ്റെ കൃപ നിറയട്ടെ. കുംഭസാരക്കുടിൻ്റെ അഭിഷേകം നിറയട്ടെ. മാനസാന്തരത്തിൻ്റെയും വിടുതലിൻ്റെയും കൃപ നിറയട്ടെ. ഈ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ നേരത്ത് ഈ 8 നോമ്പിൻ്റെ അഭിഷേക ദിനങ്ങളിൽ ഞങ്ങൾ നൊന്തു പ്രാർത്ഥിക്കുന്ന സങ്കടങ്ങളുടെ മീതെ, ഓ ദൈവമേ, നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങയുടെ പരിശുദ്ധമായ ആശീർവാദത്തിനായി ഞങ്ങൾ ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 2ാം ദിവസത്തിൽ ഈ ധ്യാന ശുശ്രൂഷകളിൽ സ്നേഹപൂർവ്വം പങ്കുചേർന്ന നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെ ത്യാഗപൂർവ്വവും താല്പര്യപൂർവ്വവും ഈ ധ്യാനത്തിൽ പങ്കാളികളായ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കിന്ന് ധ്യാനം നയിച്ച പ്രിയ ബഹുമാനപ്പെട്ട ടോം ഓലിക്കരോട്ടച്ചനെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും നാളെയും വൈകുന്നേരം 7:15 മുതലുള്ള സമയം നമുക്ക് ധ്യാനത്തിനായിട്ട് മാറ്റിവെക്കാം. ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധയോടെ ഒരുങ്ങി വരുമല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ദേവസ്യ പിതാവിൻ്റെയും
പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും കുടുംബജീവിതത്തിലെ ആ നന്മകൾ സ്വീകരിക്കാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇടയാവട്ടെ. തിരുക്കുടുംബത്തിൻ്റെ ചൈതന്യം നമ്മളെ വളർത്തട്ടെ. താങ്ക് യു.